നിങ്ങളുടെ ഫോൺ അമിതമായി ചൂടാവാറുണ്ടോ? ചൂടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ ഹീറ്റിംഗ് പ്രോബ്ലം എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഫോണുകളും പെട്ടെന്ന് ചൂടാവുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഈ പ്രശ്നം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ ഈ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലെ ചൂടും ശരീരത്തിന്റെ താപനിലയും കൂടിയാവുമ്പോൾ ഫോണിന് അമിതമായ ഹീറ്റിംഗ് സംഭവിക്കും. അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട് കഴിയുന്ന പരമാവധി നിങ്ങൾ പോക്കറ്റിൽ ഫോൺ ഇടുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം അന്തരീക്ഷത്തിൽ താപനിലയും ശരീരത്തിന്റെ താപനിലയും കൂടിയാവുമ്പോൾ ഫോണിന് ഹീറ്റിംഗ് പ്രോബ്ലം അമിതമായിട്ട് വരും. മാത്രമല്ല, നമ്മൾ ഒരു കാരണവശാലും ഫോൺ ചാർജ് 100% ആക്കരുത്. മാക്സിമം 90%, ഇനി കൂടിപ്പോയാൽ 95%. അതിൽ കൂടാൻ ഒരിക്കലും പാടില്ല. ഇങ്ങനെ വരികയാണെങ്കിൽ, കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന് അമിതമായ സമ്മർദ്ദം കൂടും. മാത്രമല്ല, ഫോണിന്റെ ബാറ്ററി സെല്ലുകൾ വീക്കാവുകയും നമ്മൾ ഇപ്പോൾ അരമണിക്കൂർ ചാർജ് ചെയ്യുന്ന ഒരു ഫോണ് 1.5 മണിക്കൂർ ആയാലും ചാർജ് ഫുൾ ആവുകയില്ല. ഫുൾ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മാക്സിമം 95. മാത്രമല്ല, ഒരു കാരണവശാലും നമ്മുടെ ഫോണ് 20% താഴെ ചാർജ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരിക്കലും ഫോൺ ഉപയോഗിക്കുകയും ചെയ്യരുത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മാത്രമല്ല, അമിത ചൂടുള്ള കാലാവസ്ഥയിൽ ഒരു കാരണവശാലും നമ്മൾ കിടക്കുന്ന അടുത്തോ കാറിലോ ഫോൺ വെക്കരുത്. ഇതെല്ലാം ഫോണ് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. നമ്മുടെ ഫോൺ ബാറ്ററി ഹീറ്റിംഗ് കുറക്കാനുള്ള ചില സെറ്റിംഗ്സുകളാണ് ഈ വീഡിയോയിൽ ഞാൻ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വാട്സപ്പ് ചാനൽ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ബിഗ് ബില്യൺ ഡേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ മികച്ച പ്രൊഡക്റ്റുകൾ വാങ്ങാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഫോണിന്റെ ഹീറ്റിംഗ് കുറക്കാനുള്ള സെറ്റിംഗ്സുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഇപ്പോൾ ചൂടാവുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് വരിക. ഇവിടെ നിങ്ങൾ ലൊക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ലൊക്കേഷൻ നിങ്ങൾ ഓഫ് ചെയ്യുക. കാരണം ഈ ലൊക്കേഷൻ ഓൺ ആയി കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും ആ ഭാഗത്തുള്ള ലൊക്കേഷനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. GPS സെൻസറുകൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ബാറ്ററി നന്നായി വലിക്കുകയും ചെയ്യും. ബാറ്ററിക്ക് അമിത സമ്മർദ്ദം നേരിടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ലൊക്കേഷൻ ഓൺ ചെയ്യുക. നമ്മൾ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനുകൾ, പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ലൊക്കേഷൻ ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ ഇത് എനേബിൾ ചെയ്താൽ മതി. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, സെറ്റിംഗ്സിലേക്ക് പോയതിനു ശേഷം സെറ്റിംഗ്സിൽ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഇതുപോലെ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫോൺ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ സ്മാർട്ട് സ്വിച്ചിലാകും ഉണ്ടാവുക. ഇത് മാറ്റി നിങ്ങൾ 60 ഹെർട്സിലേക്ക് മാറ്റിയിടുക. 16 ഹെർട്സിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, നോട്ട് ഇൻക്രീസ് യുവർ സിസ്റ്റം ആൻഡ് പവർ കൺസ്യൂം. നിങ്ങളുടെ ബാറ്ററി ഇതൊന്നും കൂടുതലായിട്ട് ചിലവാവുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അമിതമായിട്ട് ചൂടാവുന്നില്ല എങ്കിൽ, ഒരു നോർമൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്മാർട്ട് സ്വിച്ച് എന്നുള്ള ഭാഗത്ത് തന്നെ ഇരുന്നാൽ മതി. ഫോൺ അമിതമായി ചൂടാവുന്നവർ ചെയ്യേണ്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് ഫോണിൽ തന്നെ സെറ്റിംഗ്സിൽ തന്നെ സ്കാനിങ് എന്ന് സെർച്ച് ചെയ്യുക. സ്കാനിങ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ സ്കാനിങ്, ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന 2 ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ബ്ലൂടൂത്ത് സ്കാൻ ഓൺ ചെയ്യുക. ശേഷം ഇവിടെ ബ്ലൂടൂത്ത് സ്കാനിങ് ഇവിടെ ഓൺ ആണെങ്കിൽ ഇത് നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഇത് ഓൺ ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും വെറുതെ ഇങ്ങനെ ബ്ലൂടൂത്ത് സെർച്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ശേഷം ബാക്ക് വന്നതിന് ശേഷം നമുക്ക് വൈഫൈ സ്കാനിങ് ഇതേപോലെ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് വൈഫൈ സ്കാനിങ് നിങ്ങൾ ഓഫ് ചെയ്യുക. നമുക്ക് വൈഫൈ ആവശ്യമായി വരുന്ന സമയത്ത് വൈഫൈ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഈ വൈഫൈ സ്കാനിങ്ങും വൈഫൈ കണക്ട് ചെയ്യുന്നതും തമ്മിൽ 2 ഓപ്ഷനുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൈഫൈ സ്കാനിങ് എന്നുള്ളത് നിങ്ങൾ ഓഫ് ചെയ്തിടുക. കാരണം ഇതുപോലെ തന്നെ വൈഫൈ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നീട് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻ റൺ ആയിക്കൊണ്ടിരിക്കും. മാത്രമല്ല, പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷനുകൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം 2ഉം 3ഉം ജോലികൾ നമ്മുടെ ഫോൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ അമിതമായ ബാറ്ററി വലിക്കും. ഫോൺ നല്ല ഹീറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ഓട്ടോ അപ്ഡേറ്റ് ഒഴിവാക്കാം. അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും മുകളിൽ വലതുവശത്ത്. അവിടെ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നിവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോ അപ്ഡേറ്റ് ഏറ്റവും താഴെയുള്ള ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഫോണിൻ്റെ അമിത ഹീറ്റിംഗ് കുറക്കാനായിട്ട് സാധിക്കും. ഈ സെറ്റിങ്സുകൾ ഇപ്പോൾ പ്രധാനമായിട്ടും എനേബിൾ ചെയ്യേണ്ട ആളുകൾ നിങ്ങളുടെ ഫോൺ അമിതമായി ചൂടാവുന്നുണ്ടോ അവർ മാത്രം ഈ സെറ്റിങ്സുകൾ പ്രധാനമായിട്ടും ഇപ്പോൾ തന്നെ ചേഞ്ച് ചെയ്യുക. എപ്പോഴായാലും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മാത്രമല്ല നമ്മുടെ ഫോൺ ശരീരത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ഫോൺ കിടക്കുന്നതിനടുത്ത് വെക്കാതിരിക്കുകയും ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനും നല്ലതാണ്, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്തിനും നല്ലതാണ്. അപ്പം ഈ ഒരു വീഡിയോയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷനുകൾക്ക് ജാഫർ പൊന്നാനി എന്നുള്ള ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാരും ഫോളോ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.